ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സർവമായ എന്ന് പറയുന്ന മൂവിയാണ്. ബാധ ഒഴിപ്പിക്കാൻ പോയ നമ്മുടെ നായകന്റെ കൂടെ കൂടുന്ന ഒരു ആത്മാവ്, സ്വന്തം പേര് പോലും അറിയാത്ത ആത്മാവ് നായകന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് മൂവിയിലേക്ക് അടക്കാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ പ്രബേന്ദുവിനെയാണ്. ഗിറ്റാറിസ്റ്റായ പ്രബേന്ദു തന്റെ ഗ്രൂപ്പിന്റെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗ്രൂപ്പിന് യൂറോപ്പിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവന്റെ ഗ്രൂപ്പിൽ നിന്ന് അവന്റെ വിസ മാത്രം ക്യാൻസലായി. ബഡ്ജറ്റ് ഇഷ്യൂ കാരണം പരിപാടി ഓർഗനൈസ് ചെയ്തവർ അവനെ ഒഴിവാക്കിയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ ചേട്ടൻ ദീപു അവനെ വിളിച്ച കാര്യം അവൻ ഓർമ്മ വരുന്നത്. അവന്റെ അച്ഛന്റെ സപ്തതി ആഘോഷം നടക്കുകയാണ്. നാട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രബേന്ദുവും അവന്റെ അച്ഛൻ നീലകണ്ഠനും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം പരസ്പരം മിണ്ടാറില്ല. അത് കാരണം അവൻ വീട്ടിലോട്ടൊന്നും അങ്ങനെ പോകാറുമില്ല. ചേട്ടൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇപ്പൊ അവന്റെ യൂറോപ്പ് ട്രിപ്പ് ക്യാൻസൽ ആകുകയും ചെയ്തു. തൽക്കാലം അതുകൊണ്ട് തറവാട്ടിലേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. അവന്റെ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് ആകെ പോകാറുള്ളത് അവൻ മാത്രമായിരുന്നു. പല മ്യൂസിക് കമ്പോസേഴ്സിന്റെ കയ്യിൽ നിന്നും അവൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവന്റെ കയ്യിൽ കാശ് കിട്ടാറുള്ളൂ. നമ്മുടെ പ്രബേന്ദു ഒരു ബ്രാഹ്മൺ കുടുംബത്തിലാണ് ജനിച്ചത്. അവന്റെ അച്ഛനും സഹോദരനും ഉൾപ്പെടെ എല്ലാവരും പൂജാരിമാരായിരുന്നു. പൂജാവിധികളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അവൻ മാത്രം ഈ പൂജകളൊന്നും ചെയ്യില്ല. അവനൊരു നിരീശ്വരവാദിയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. വീട്ടിലെത്തി അവൻ ഫ്രണ്ടിലൂടെ കയറാതെ ബാക്ക് ഡോർ വഴിയാണ് കയറുന്നത്. അവന്റെ വീട്ടില് മരിക്കുന്നതിന് മുമ്പ് അവന്റെ അമ്മ ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു നായ കൂടി ഉണ്ടായിരുന്നു. പപ്പു എന്നാണ് ആ നായയുടെ പേര്. അവന്റെ അമ്മയുടെ മരണശേഷമാണ് അവൻ വീട്ടുകാരിൽ നിന്നും അകന്നത്. ആകെ അവൻ അവിടെ സംസാരിക്കുന്നത് അവന്റെ ചേട്ടനോടും പിന്നെ അവന്റെ വല്യച്ഛനോടുമാണ്. അവന്റെ വല്യച്ഛനാകട്ടെ വിവാഹമൊന്നും കഴിക്കാതെ ഒറ്റ തടിയായിട്ട് നിൽക്കുകയാണ്. അയാൾ സ്ഥിരമായിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അയാളുടെ റൂമിലേക്ക് കയറുമ്പോൾ യൂറിന്റെ സ്മെല്ലാണ്. അതിന്റെ പേരിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വല്യച്ഛനെ വഴക്ക് പറയാറുണ്ട്. പ്രബേന്ദുവിന്റെ ചേട്ടൻ ദീപു ആകട്ടെ ഉടനെ തന്നെ കെനിയിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവന്റെ വല്യച്ഛൻ പ്രബേന്ദുവിനോട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടനെ പോലെ നീയും ഈ പൂജയുമായിട്ട് നടന്നിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടായേനെ, നിനക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയേനെ. എനിക്കതൊന്നും വേണ്ടാന്നും എനിക്ക് മ്യൂസിക് മതിയെന്നുമാണ് പ്രബേന്ദു എല്ലാവരോടും പറയുന്നത്. പ്രബേന്ദുവിന്റെ കസിനും ഉറ്റ സുഹൃത്തുമായ രൂപേഷ് ആയിരുന്നു അവന്റെ നാട്ടിലെ ഏറ്റവും വലിയ കമ്പനി. രൂപേഷ് ഒരു പൂജാരിയാണ്. നിനക്ക് കാശുണ്ടാക്കണമെങ്കിൽ നീ എന്റെ കൂടെ കൂടിക്കൊള്ളാൻ രൂപേഷ് പറഞ്ഞെങ്കിലും എനിക്കതിനൊന്നും താല്പര്യമില്ല എന്നാണ് പ്രബേന്ദു പറയുന്നത്. ഒരു ദിവസം രാത്രി ഇവര് കുളക്കടവിലിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ട് കുറച്ച് പയ്യന്മാരെ നിൽക്കുന്നത് കാണുന്നു. ഇവന്മാരെന്തോ കഞ്ചാവിന്റെ പരിപാടിയാണെന്ന് രൂപേഷ് പറയുകയും അവന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവന്മാരാകട്ടെ രൂപേഷിനെ പേടിപ്പിച്ച് അവിടെ ഒന്ന് ഓടിക്കുകയാണ്. ഈ വക പ്രശ്നങ്ങളിലൊന്നും പ്രബേന്ദും ഇടപെടാൻ നിന്നില്ല. അവൻ തൽക്കാലം ആ പയ്യന്മാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി. പ്രബേന്ദു ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് പോകും. പലപ്പോഴും വർക്ക് കഴിയുന്ന ഉടനെ ഒന്നും തന്നെ കാശ് കിട്ടില്ല. അത് കാരണം കാശിന്റെ ഷോർട്ടേജ് അവനുണ്ടായിരുന്നു. വല്യച്ഛനോട് കുറച്ച് കാശ് ചോദിക്കുമ്പോഴാകട്ടെ നിന്റെ അച്ഛനോട് പോയി ചോദിക്കാനാണ് അയാൾ പറയുന്നത്. അവന്റെ അച്ഛനോട് കാശ് ചോദിക്കുമ്പോൾ അയാൾ അവനങ്ങനെ കാശും കൊടുക്കാറില്ല. കുടുംബത്തിലെ ബാക്കിയുള്ളവരെ പോലെ പൂജകളിൽ അവൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടും പൂജാരി ആകാത്തത് കൊണ്ടും ഒക്കെ തന്നെ അവന്റെ അച്ഛന് അവനോടൊരു ചെറിയ വിദ്വേഷം ഉണ്ടായിരുന്നു. നിനക്ക് കാശിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ രൂപേഷിന്റെ കൂടെ ചേർന്നിട്ട് പൂജയ്ക്കും മറ്റും പൊയ്ക്കൂടിയെന്ന് അവന്റെ വല്യച്ഛൻ അവനോട് ചോദിക്കുന്നു. ആദ്യമൊക്കെ അവൻ എതിർത്തെങ്കിലും വേറെ ജോലിയില്ല കാശും ഇല്ലാത്തത് കാരണം തൽക്കാലം രൂപേഷിനോട് സംസാരിച്ചിട്ട് രൂപേഷിന്റെ കൂടെ പൂജാവിധികളിൽ പങ്കെടുക്കാൻ പ്രബേന്ദുവും പോയി. അത്രയും കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന പരികർമ്മിയായ ശ്രീകുട്ടൻ രൂപേഷുമായിട്ട് ഒടുക്കുണ്ടാക്കി പോയത് കാരണം രൂപേഷിന് തന്റെ കൂടെ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. മന്ത്രങ്ങളും വിധികളും ഒക്കെ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നാട്ടിലെ ഒരുപാട് ഫംഗ്ഷനുകളിൽ പൂജയ്ക്കും മറ്റും പോയി അവന്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഒക്കെ വന്നു തുടങ്ങി. ഒരിക്കൽ രൂപേഷിന്റെ കൂടെ ഒരു പുതിയ വീട്ടില് പൂജയ്ക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ രൂപേഷ് കയറിയിരിക്കുകയും കുറെ പേരുടെ വെയിറ്റ് കാരണം അതെല്ലാം കൂടെ പൊട്ടി താഴെ വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ രൂപേഷിന് അത്യാവശ്യം നല്ല പരിക്ക് പറ്റി. പിന്നീട് അവൻ ഏറ്റിട്ടുണ്ടായിരുന്ന പൂജയ്ക്കൊന്നും തന്നെ അവന് പോകാനും പറ്റില്ല. അത് കാരണം തൽക്കാലം ആ പൂജകളൊക്കെ പ്രബേന്ദു ഒറ്റയ്ക്ക് പോയി ചെയ്യാനാണ് രൂപേഷ് പറയുന്നത്. കിട്ടുന്ന ക്യാഷില് 1% രൂപേഷിനും കൊടുക്കണം. അങ്ങനെ രൂപേഷിന്റെ അഭാവത്തില് പ്രബേന്ദു ആ പൂജാവിധികളെല്ലാം ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസം പ്രബേന്ദുവിനോട് രൂപേഷ് പറയുന്നുണ്ട് പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടില് ഒരു ബാധ ഒഴിപ്പിക്കാൻ പോകണമെന്ന്. എന്നാൽ ആവക കാര്യങ്ങളൊന്നും താനിതുവരെ ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ മന്ത്രങ്ങളൊക്കെ താൻ പറഞ്ഞു തരാമെന്നാണ് രൂപേഷ് പറയുന്നത്. അവൻ നിർബന്ധിച്ച കാരണം പ്രബേന്ദു പോകാമെന്ന് സമ്മതിച്ചു. ഇവിടുന്ന് അവിടം വരെ യാത്ര ചെയ്തു പോകാൻ അവനോട് കാർ എടുക്കാൻ അവന്റെ അച്ഛൻ പറഞ്ഞെങ്കിലും അച്ഛനോടുള്ള ദേഷ്യം കാരണം അത് വേണ്ടാന്ന് അവൻ പറയുന്നു. പ്രബേന്ദു പൂജകളൊക്കെ ചെയ്തു തുടങ്ങിയ ശേഷം അവന്റെ അച്ഛന് അവനോട് സ്നേഹമായിരുന്നു. പക്ഷെ അവനിപ്പോഴും അച്ഛനെ മൈൻഡ് ചെയ്യാറില്ല. അവനൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ആ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന മകനായ അവിനാശിന്റെ ശരീരത്തിലാണ് ബാധയുണ്ടെന്ന് അവർ പറയുന്നത്. നേരത്തേക്ക് ഒരുപാട് സംസാരിക്കുന്ന പയ്യനായിരുന്നു. ഇപ്പൊ ആരുടെയും മുഖത്ത് നോക്കാറില്ല, ആഹാരം കഴിക്കാറില്ല. എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവന് ഇപ്പൊ വിശപ്പേ ഇല്ല എന്നാണ് പറയുന്നത്. തന്റെ കൂടെ ആരും ഉണ്ടെന്നും അത് തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ പയ്യൻ എപ്പോഴും പറയും. അവനിപ്പോൾ എപ്പോഴും അമ്മയുടെ കൈ പിടിച്ച് മാത്രമേ ഇരിക്കാറുള്ളൂ. ഡോക്ടറിനെ കാണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടുത്തുള്ള റാഫേൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ തങ്ങൾ കാണിച്ചിരുന്നു. മെഡിസിൻ ഒക്കെ കഴിച്ചതാ, പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാണ്
എന്നാണ് ആ അഡ്വക്കേറ്റ് പറയുന്നത്. അയാളുടെ വൈഫിന്റെ നിർബന്ധമായിരുന്നു ഒരു പൂജ ചെയ്യണമെന്ന്. അയാൾക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പ്രശ്നം വെച്ചപ്പോ ഒരു ബാധയാണെന്നാണ് കാണുന്നത്. താൻ പൂജ ആരംഭിക്കാൻ പോവുകയാണെന്ന് പ്രഭേന്ദു പറയുന്നു. ആ പയ്യനെ പൂജാകർമ്മങ്ങൾ നടക്കുന്നിടത്തേക്ക് കൊണ്ടിരുത്തി. അവൻ അത്രയും നേരം പേടിച്ചറിണ്ട് അവന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊന്നും പ്രഭേന്ദുവിനെ നോക്കിയതേയില്ല. കുറെ നേരം പ്രഭേന്ദു അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അവനൊന്ന് മുഖമുയർത്തി പ്രഭേന്ദുവിനെ നോക്കി. കുറച്ചുനേരം അവർ രണ്ടുപേരുടെയും കണ്ണുകൾ നുടക്കി. ആ സമയം പെട്ടെന്ന് ആ പയ്യന്റെ മുഖത്തൊരു ചിരി വരികയും അവൻ അവന്റെ അമ്മയുടെ കൈവിട്ടിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്നിട്ട് നേരെ ജോലിക്കാരോട് പോയിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പറയുന്നു. പൂജാവിധികൾ തുടങ്ങി കുറച്ചായപ്പോ തന്നെ അവനിലുണ്ടായ ഈ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. പ്രഭേന്ദുവിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവന്റെ ശരീരത്തിലെ ബാധ പോയോ എന്ന്. കാരണം അവൻ പെട്ടെന്ന് നോർമൽ ആയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ അഡ്വക്കേറ്റും അയാളുടെ വൈഫും വിചാരിച്ചിരിക്കുന്നത് പ്രഭേന്ദുവിന്റെ പൂജ കാരണം ആ ബാധ ഒഴിഞ്ഞു പോയെന്നാണ്. അത് കാരണം പ്രഭേന്ദുവിന് അവർ കൊടുക്കാമെന്ന് പറഞ്ഞ 60,000 രൂപയ്ക്ക് പകരം 1,00,000 രൂപയാണ് ആ അഡ്വക്കേറ്റ് പ്രഭേന്ദുവിന് നൽകിയത്. കാര്യങ്ങളൊക്കെ രൂപേഷിനോട് പ്രഭേന്ദു പറയുമ്പോൾ രൂപേഷ് പറയുന്നുണ്ട് ആ മന്ത്രങ്ങളൊക്കെ ഏറ്റതായിരിക്കുമെന്ന്. എന്നാൽ പ്രഭേന്ദുവിന് അതിലത്ര വിശ്വാസം തോന്നുന്നില്ല. ആ ഡോക്ടർ കൊടുത്ത മെഡിസിൻ വർക്കായതായിരിക്കും. ചിലപ്പോൾ ആദ്യമൊന്നും അതിന്റെ എഫക്ട് വന്നു കാണില്ല. പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മെഡിസിൻ അവന്റെ ശരീരത്തിൽ വർക്കായി തുടങ്ങിയത്. അത് ബാധയൊന്നും ആയിരിക്കില്ല, അവന്റെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു പ്രഭേന്ദുവിന് ഇഷ്ടം. കാരണം അവൻ ദൈവത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പൂജ ചെയ്യുമ്പോൾ അവൻ ആത്മാർത്ഥതയോട് കൂടിയായിരുന്നു ചെയ്തിരുന്നത്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന പ്രഭേന്ദു ശ്രദ്ധിക്കുന്നുണ്ട് തന്റെ ഫോണിൽ വാട്സപ്പിലെ DP മാറിയിരിക്കുന്നു. ഏതോ ഒരു കൊറിയൻ സിംഗറിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നു. അത് അവൻ മാറ്റിയതായിരുന്നില്ല. ആദ്യം അവനത് വലിയ കാര്യമാക്കിയില്ല. അവൻ അടുത്ത പൂജയ്ക്ക് പോകാൻ റെഡിയായി ഓട്ടോയിലേക്ക് കയറുന്ന സമയത്ത് രൂപേഷിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന പരികർമ്മി ശ്രീകുട്ടൻ അവിടേക്ക് വരുന്നു. തന്നെയും ഇനി മുതൽ നിങ്ങളുടെ കൂടെ പരികർമ്മിയായിട്ട് ചേർക്കണമെന്നാണ് ശ്രീകുട്ടൻ പ്രഭേന്ദുവിനോട് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു ഏത്തിസ്റ്റ് ആണെന്നും നിങ്ങൾക്ക് പൂജകളെ പറ്റി വലിയ അറിവൊന്നുമില്ലെന്നും ഞാൻ നാട്ടിൽ പറഞ്ഞു വരുത്തും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പൂജ ചെയ്യാൻ പോകുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെയും കൂടെ കൂട്ടുന്നതാ നല്ലത്. പ്രഭേന്ദു അതിനൊന്നും തന്നെ ഒരു ഉത്തരവും കൊടുത്തില്ല. നാളെ മുതൽ ഞാൻ വന്നു തുടങ്ങുമെന്ന് അവൻ പറയുകയും ചെയ്തിട്ടാണ് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ അവൻ അതും പറഞ്ഞുകൊണ്ട് വണ്ടി റോഡിലേക്ക് ഇറക്കിയതേ ഉള്ളൂ. നിയന്ത്രണം വിട്ട് ആ വണ്ടി അടുത്തുള്ള കടയിൽ പോയി ഇടിച്ചു. അതോടെ നമ്മുടെ പരികർമ്മി ഒന്ന് പേടിച്ചു. ഓട്ടോക്കാരനും ശരിക്കും പേടിച്ചുപോയി. പ്രഭേന്ദുവിനോട് അവൻ അങ്ങനെ ഭീഷണിയൊക്കെ ഉയർത്തിയത് കാരണം പ്രഭേന്ദു ഇനി എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണോ അവൻ അപകടം പറ്റിയെന്നതായിരുന്നു ഓട്ടോക്കാരന്റെ ചിന്ത. എന്നാൽ പ്രഭേന്ദുവിനെ സംബന്ധിച്ച് ഇതൊക്കെ എന്തായി നടക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ. പിന്നീട് കാണിക്കുന്ന പ്രഭേന്ദു വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ബോയ് അവിടേക്ക് വരുന്നതാണ്. എന്നാൽ താനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പ്രഭേന്ദു പറയുമ്പോൾ അഡ്രസ് ഇത് തന്നെയാ, ഫോൺ നമ്പർ ഇത് തന്നെയാ, നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തതാണെന്ന് ആ പയ്യൻ പറയുന്നു. ഫോണിൽ നോക്കുമ്പോൾ പ്രഭേന്ദു ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഷോപ്പിംഗ് ആപ്പുകളൊക്കെ അതിൽ കിടക്കുന്നു. അതിൽ നിന്നും പ്രഭേന്ദുവിന്റെ കാർഡ് വെച്ചിട്ട് ആരോ എന്തോ ഓർഡർ ചെയ്തിരിക്കുന്നു. അതും ഒരു ചുരിദാർ. ആ വീട്ടിൽ ചുരിദാർ ഇടുന്ന ആരും തന്നെ ഇല്ല. ഇത് പിന്നെ ആരാണ് ഓർഡർ ചെയ്തതെന്ന് ആലോചിച്ചിരിക്കുന്നു പ്രഭേന്ദു. റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആപ്പിലൂടെ തന്നെ ചെയ്താൽ മതി. 2 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ചുരിദാർ അവിടെ ഏൽപ്പിച്ചിട്ട് ഡെലിവറി ബോയ് അവിടെ നിന്നും പോയി. പ്രഭേന്ദു തന്നെ ഫോൺ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ആപ്പ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇതെന്തെങ്കിലും ഹാക്കിംഗ് ആയിരിക്കും, ഏതെങ്കിലും ചൈനീസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പറ്റിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ അതൊക്കെ ക്ലിയർ ചെയ്ത് കളയുകയാണ്. എന്നിട്ട് രാത്രിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി തന്റെ ബെഡിന്റെ അടുത്തേക്ക് വെച്ചിട്ട് കിടന്നുറങ്ങി. ഇടയ്ക്കുണർന്ന് ഫോൺ നോക്കുമ്പോൾ ഫോൺ അവിടെയില്ല. നേരെ നോക്കുമ്പോൾ ആ റൂമിൽ ഒരു പെൺകുട്ടി ഇരുന്ന് അവന്റെ ഫോൺ നോക്കുന്നു. ആദ്യം ഇത് സത്യമാണോ അത് അവന് തോന്നുന്നതാണോ എന്ന് പോലും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയാകട്ടെ അവനെ നോക്കി ഒന്ന് ഹായ് പറയുന്നു. ഞാൻ പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പ്രഭേന്ദു ഉണരുന്നതാണ്. തലേന്ന് രാത്രി കണ്ട പെൺകുട്ടിയെ പറ്റി അവൻ ആലോചിക്കുന്നു. അത് വല്ല പ്രേതമാണോ ഇനി തന്റെ തോന്നലാണോ എന്നതായിരുന്നു പ്രഭേന്ദുവിന്റെ ചിന്ത. വല്യച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് 100 വർഷം പഴക്കമുള്ള മനയല്ലേ, ചിലപ്പോ ഇവിടെ പ്രേതങ്ങളൊക്കെ കാണുമെന്ന്. അങ്ങനെ അയാളോട് സംസാരിച്ചിട്ട് അവൻ തിരിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോൾ വീണ്ടും അവൻ ആ പെൺകുട്ടിയെ കാണുന്നു. അവള് വീണ്ടും അവന്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി പ്രഭയോട് പറയുന്നുണ്ട് എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇത്രയും കാലം ആ അവിനാശിന്റെ കൂടെയായിരുന്നു. പക്ഷെ അവിനാശ് എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. അവന് മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. പക്ഷെ പ്രഭ അങ്ങനല്ല. പ്രഭയ്ക്ക് നല്ല ധൈര്യമുണ്ട്, എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ പ്രഭ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടാകും, അതൊക്കെ നോർമലാണ്. ഇനിയിപ്പോ സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോൾ ആ പേടിയൊന്നും ഉണ്ടാവത്തില്ല. ആ പെൺകുട്ടി ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭയാകട്ടെ ആകെ പേടിച്ചറണ്ട് നിൽക്കുന്നു. അവന്റെ മനസ്സിൽ ഇതൊക്കെ അവന്റെ തോന്നലാണോ എന്നുള്ള ചിന്തയായിരുന്നു. അത് കാരണം അവൻ നേരെ പോകുന്നത് അവൻ ബാധ ഒഴിപ്പിച്ച ആ അവിനാശിനെ ട്രീറ്റ് ചെയ്തിരുന്ന റാഫേൽ എന്ന് പറയുന്ന ഡോക്ടറിന്റെ അടുത്തേക്കാണ്. അയാളോട് പോയിട്ട് ഈ നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു. ഇത്രയും കാലം അവിനാശി കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ താനാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഡോക്ടർ അവനോട് പറയുന്നുണ്ട് അവിനാശിന്റെ അടുത്ത് പോയി പൂജ ചെയ്തപ്പോഴല്ലേ അവന്റെ ബാധ ഒഴിഞ്ഞത്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരു പൂജാരിയല്ലേ, ഒരു പൂജ ചെയ്താൽ പോരെ, അപ്പൊ ആ പെൺകുട്ടി നിങ്ങളുടെ അടുത്തൊന്നും പോകില്ലേ എന്ന്. എന്നാൽ ഈ പെൺകുട്ടി ഒരു പ്രേതമാണെന്ന് ഇപ്പോഴും പ്രഭേന്ദു വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്കതിലൊന്നും വിശ്വാസമില്ല എന്നാണ് പ്രഭേന്ദു പറയുന്നത്. താൻ ഒരു ഏത്തിസ്റ്റ് ആണ്. ഒരു പൂജാരി എങ്ങനെ ഏത്തിസ്റ്റ് ആവുമെന്ന് ആ ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രഭേന്ദു തന്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ ആ ഡോക്ടറിനോട് പറയുന്നു. പ്രഭേന്ദു ആദ്യം ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു. മുടങ്ങാതെ പൂജകളെല്ലാം ചെയ്യുമായിരുന്നു. ഒരു ദിവസം അവന്റെ അച്ഛനും ചേട്ടനും എല്ലാം തന്നെ ദൂരെ എവിടെയോ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ പോയിരുന്നതാ. അന്ന് വീട്ടില് അവനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാകട്ടെ വൈകുന്നേരം പൂജാമുറിയിൽ കയറി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അമ്മ അവനെ വിളിച്ചു. പക്ഷെ പൂജ മുഴുവൻ തീർത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് അവൻ പൂജ ചെയ്തുകൊണ്ടേയിരുന്നു. പൂജയെല്ലാം
തീർത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ കാണുന്നത് കുഴഞ്ഞു വീണ് കിടക്കുന്ന അവന്റെ അമ്മയാണ്. ആ സ്പോട്ടിൽ അവർ മരിക്കുകയും ചെയ്തു. താൻ പൂജാവിധികൾ പാതി വഴിക്ക് നിർത്തിയിട്ട് വന്നിരുന്നെങ്കിൽ തന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് അവന് തോന്നാൻ തുടങ്ങി. ആ സംഭവത്തോടുകൂടി അവൻ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ ഒരു ഈശ്വര വിശ്വാസിയിൽ നിന്നും നിരീശ്വരവാദിയായി മാറി. ഡോക്ടർ എന്തായാലും തൽക്കാലം അവന്റെ ഒരു ഗുളിക കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ തോന്നലാണെങ്കിൽ ആ പെൺകുട്ടി വന്നതുപോലെ തന്നെ പോയിക്കൊള്ളും. അങ്ങനെ അന്ന് രാത്രി അവൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് തന്റെ റൂമിൽ ആ പെൺകുട്ടി ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തി ഫോൺ പതിവ് പോലെ ബെഡിന്റെ സൈഡിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ഇടയ്ക്ക് അവൻ ഫോൺ തപ്പി നോക്കുമ്പോൾ അത് കാണുന്നില്ല. നോക്കുമ്പോഴാകട്ടെ ആ പെൺകുട്ടി വീണ്ടും ഫോൺ നോക്കി അവിടെ ഇരിക്കുന്നു. അവൻ സംശയത്തോടു കൂടി അവളുടെ അടുത്തേക്ക് ചെന്നതും അവൻ പെട്ടെന്ന് വരുന്ന കണ്ടിട്ട് അവള് ഞെട്ടി. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു ഞെട്ടുകയാണ്. ഞാൻ ആ വാങ്ങിയ ചുരിദാർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ കൊടുക്കുകയായിരുന്നു. 2 ദിവസത്തിനകം വെച്ചിട്ട് അവർ വാങ്ങിക്കാൻ വരും, അതൊന്ന് കൊടുത്തേക്കണെന്ന് അവൾ അവനോട് പറയുന്നു. പ്രഭേന്ദു ആകട്ടെ അപ്പോഴും സംശയത്തോടു കൂടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. സമയം 1:40. പ്രഭയുടെ വല്യച്ഛൻ ബാത്റൂമിൽ പോയിട്ട് വന്ന് കിടന്നതേ ഉള്ളൂ. പതിവ് പോലെ ഇപ്പോഴും ഫ്ലഷ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫ്ലഷ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് കൈ വെറുതെ ഒന്ന് അവൾ താഴ്ത്തിയും പൊക്കുകയും ചെയ്യുന്നു. ആ സമയം അകത്ത് ബാത്റൂമിൽ ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേൾക്കാം. ഇതുപോലെ എനിക്ക് ലൈറ്റ് ഇടാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ വിരൽ ഞൊടിച്ചുകൊണ്ട് ലൈറ്റ് ഓൺ ആക്കാൻ തുടങ്ങി. പക്ഷെ വോൾട്ടേജ് കൂടി അത് കത്തിപ്പോയി. ഈ സൗണ്ട് കേട്ടുകൊണ്ട് പ്രഭയുടെ വല്യച്ഛൻ അവിടേക്ക് വരുന്നു. അപ്പോഴാണ് പ്രഭയ്ക്ക് മനസ്സിലാകുന്നത് വല്യച്ഛൻ അവളെ കാണാൻ പറ്റില്ല, തനിക്ക് മാത്രമേ കാണാൻ പറ്റൂന്ന്. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വല്യച്ഛനോട് അവൻ പോയി കിടന്നുറങ്ങാൻ പറയുന്നു. എന്നിട്ടും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനി മുതൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു ഞെട്ടണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകൂന്ന് അവള് പറയുമ്പോ ശരിക്കും നീ ആരാന്ന് അവൻ ചോദിക്കുന്നു. അവള് പറയുന്നത് ഞാനൊരു പ്രേതമാണെന്നാണ്. അവൾക്ക് അവളുടെ പേരറിയില്ല, നാടറിയില്ല, അവൾ ആരാണെന്നും അറിയില്ല. അവൾക്ക് വെള്ളയിൽ ലാവണ്ടർ കളർ പൂക്കളുള്ള ഒരു ചുരിദാർ വേണമായിരുന്നു. അത് ഓർഡർ ചെയ്യാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വന്നതാകട്ടെ വേറൊരു കളറും. അതുകൊണ്ട് എനിക്ക് ഇനിയും കുറച്ചു നേരത്തേക്ക് ഫോൺ ആവശ്യമുണ്ട്. ഗുളികയൊക്കെ കഴിച്ചതല്ലേ, പ്രഭ പോയി കിടന്നുറങ്ങിക്കോ, രാവിലെ ഞാൻ ഫോൺ തന്നേക്കാമെന്ന് പറയുന്നു. പ്രഭ എപ്പോഴും ഇങ്ങനെ പേടിച്ചു തന്നെ നിൽക്കുകയാണ്. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രേതമാണെന്ന് അവന് വിശ്വസിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. തൽക്കാലം അവൾ ഉറങ്ങാൻ പറഞ്ഞത് കാരണം അവൻ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ രൂപേഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിനാശിന്റെ അടുത്തുണ്ടായിരുന്ന ആ പ്രേതം തന്റെ കൂടെ കൂടിയെന്നും അതുകൊണ്ട് പൂജ ചെയ്യണമെന്നും പറയുന്നു. അങ്ങനെ വീട്ടിൽ ആരെ അറിയിക്കാതെ റൂമൊക്കെ അടച്ചിരുന്ന ഇവർ രണ്ടുപേരും കൂടെ പൂജയൊക്കെ ചെയ്തു. പൂജ ചെയ്തിട്ട് രൂപേഷ് പോയെങ്കിലും ആ പെൺകുട്ടിയുടെ പ്രേതം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി അവനോട് പറയുന്നത് സിനിമയിലൊക്കെ വരുന്ന പ്രേതത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ്. കാരണം മാന്യമായിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പേടിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവിനെ ഓർത്ത് എന്നെ ഇനി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടേണ്ട കാര്യമില്ല. അവൾ കർത്താവെന്ന് പറഞ്ഞതും അവൻ ചോദിക്കുന്നുണ്ട് നീ ക്രിസ്ത്യാനിയാണോ എന്ന്. താൻ ക്രിസ്ത്യാനിയാണെന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. അത് കേട്ടപ്പോ പ്രഭയുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നു. ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ആ രീതിയിൽ പൂജകൾ ചെയ്യാത്തത് കാരണം ഇവളുടെ ആത്മാവ് പോകാത്തതെന്നായിരുന്നു അവന്റെ ചിന്ത. അത് കാരണം അവൻ നേരെ പോകുന്നത് കുരിശുകൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. അവിടത്തെ ഒരു കുരിശ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെയും വരുന്നു. അവന്റെ കുരിശെടുത്ത് അവളുടെ നേരെ നീട്ടി അവളെ പേടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അവൾ ഈസി ആയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ കുരിശ് വാങ്ങുന്നു. ഇത്രയും കുരിശിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഇവിടെ നിന്നും പോയേനെ എന്നാണ് അവള് പറയുന്നത്. അതുകൊണ്ട് ഈ വക ഒരു വിദ്യയും നോക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും ഇവിടെ നിന്ന് പോകില്ല. ഇവളോട് ഇങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന് തന്റെ ഫ്രണ്ടിന്റെ കോള് വരുന്നു. റേറ്റ് അവൻ ബോളിവുഡിൽ വർക്ക് ചെയ്യുന്ന വിരാജ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അയാൾ വീഡിയോ കോളിൽ വരും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് വരണമെന്നാണ് അവന്റെ ഫ്രണ്ട് അവനെ വിളിച്ച് പറയുന്നത്. അവൻ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ആത്മാവും അവന്റെ കൂടെ പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മ്യൂസിക് ഡയറക്ടർ വീഡിയോ കോൾ ചെയ്യുന്നു. അയാൾ പറഞ്ഞ പ്രകാരം അവൻ ഗിറ്റാർ വായിക്കണമായിരുന്നു. എന്നാൽ അവൻ കുറെ തവണ ശ്രമിച്ചിട്ടും അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും വരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സമയം നമ്മുടെ പെൺകുട്ടിയുടെ ആത്മാവ് അവനോട് താൻ പറയുന്ന രീതിയിൽ വായിക്കാൻ പറയുന്നു. ആ പെൺകുട്ടി പറഞ്ഞ പ്രകാരം അവൻ ഗിറ്റാർ വായിച്ചതും ആ മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെടുന്നു. അവൾക്ക് മ്യൂസിക് മനസ്സിലാകും, ഗിറ്റാർ പ്ലേ ചെയ്യാനും അറിയാം, ഗിറ്റാർ നോട്ട്സും മനസ്സിലാകും. അവള് കാരണം എന്തായാലും അവന് നല്ലൊരു പ്രോജക്റ്റ് കിട്ടി. ഉടനെ തന്നെ അവൻ എന്തായാലും ബോംബെയിലേക്ക് പോകേണ്ടി വരും. വിരാജിന്റെ സെക്രട്ടറിയും ഒരു മലയാളി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വഴിയാണ് അയാൾ മലയാളികളായ ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പ്രഭേന്ദ്രന്റെ കൂടെയുള്ള ഈ ഒരു പ്രേതത്തെ കാരണം അവന് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പ്രഭയ്ക്ക് അറിയില്ല. താനൊരു ഡെലൂഷൻ ആയിരിക്കുമെന്ന് അവള് പറയുമ്പോ എന്നാ പിന്നെ ഡെലുലു എന്ന് അവളെ വിളിക്കാമെന്ന് അവനും തീരുമാനിക്കുന്നു. ഡെലുലുവിന് അവളെ പറ്റിയോ അവളുടെ ഫാമിലിയെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സിനെ പറ്റിയും അവളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും അവളുടെ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഏത് ഡ്രസ്സ് മനസ്സിൽ വിചാരിക്കുന്നോ ആ ഡ്രസ്സ് അവൾക്ക് ഇടാനും പറ്റും. ആകെ അവൾക്ക് പറ്റാത്തത് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റിലെ ലാവണ്ടർ കളർ പൂക്കളുള്ള ചുരിദാറാണ്. ചിലപ്പോൾ ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് തനിക്ക് ഇടാൻ പറ്റുമെന്ന് അവൾക്ക് തോന്നിയിട്ടാണ് അവൾ അത് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവൾ എങ്ങനെയാ മരിച്ചതെന്ന് അവൾക്കറിയില്ല. പക്ഷെ അവൾ മരിക്കുന്നതിന് മുമ്പ് ആരോ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എസ് കേട്ട ശേഷമാണ് അവൾ മരിച്ചത്. ആരാണെന്നോ അവൾക്കറിയില്ല. അവൾ മരിക്കാൻ ആരോ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു എന്ന് അവൾ പറയുന്നു. ഒരുപക്ഷെ ആ എസ് പറഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുമെന്ന് പ്രഭയ്ക്കും തോന്നുന്നു. മ്യൂസിക്കുമായിട്ടുള്ള തന്റെ കണക്ഷനെ പറ്റി ഡെല്ലു സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഗിറ്റാറാണ് എന്നെ നിങ്ങൾ രണ്ടുപേരോട്ടും കണക്ട് ആക്കിയത്. അവിനാശും ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവന്റെ കൂടെ കൂടിയത്. പ്രഭേന്ദുവും ഗിറ്റാറിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവൾ അവിനാശിന്റെ അടുത്ത് നിന്നും പ്രഭയുടെ അടുത്തേക്ക് വന്നത്. എന്താണെങ്കിലും ആ സംഭവത്തിന് ശേഷം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ഡെല്ലുവിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പല
പല കോളേജുകളിലും അവളെ കൊണ്ടവൻ പോയി. അവിടെ ആരെയും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കിടക്കുന്നതിന് മുമ്പ് അവനായിട്ട് തന്റെ ഫോൺ അവളുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും. അവൾ രാത്രി മുഴുവൻ അതിൽ ഷോപ്പിംഗ് സൈറ്റുകളിൽ നോക്കിയിരിക്കും. ഒരു ദിവസം അവൾ അവനോട് ചോദിക്കുന്നുണ്ട് പ്രഭയ്ക്കും പ്രഭയുടെ അച്ഛനും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന്. അങ്ങനെ അവൻ തന്റെ അമ്മ മരിച്ചതിനെ പറ്റി പറയുന്നു. അമ്മയുടെ മരണശേഷം ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അമ്മ ഓമനിച്ച് വളർത്തിയിരുന്ന പപ്പു എന്ന് പറയുന്ന നായയും ഒരുപാട് ദുഃഖിതനായിരുന്നു. പപ്പുവിനെ അവൻ എടുത്തുകൊണ്ട് അമ്മയുടെ ഡെഡ് ബോഡിക്ക് എടുത്തുകൊണ്ടിരുത്തി. എന്നാൽ അവന്റെ അച്ഛന് ഒരു ജീവികളെ ഇഷ്ടമായിരുന്നില്ല. ദേഷ്യത്തിൽ അയാൾ പ്രഭയോടും ആ നായോടും അവിടെ നിന്നും പോകാൻ പറയുന്നു. അവസാനമായിട്ട് അവനും പപ്പുവിനും അവന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കാനുള്ള അവസരമാണ് അവന്റെ അച്ഛൻ കാരണം നഷ്ടമായത്. ചടങ്ങുകൾ തീർന്ന് അവന്റെ അമ്മയെ ദഹിപ്പിക്കുന്നിടം വരെ അവർ ആ ഭാഗത്തേക്ക് ചെന്നില്ല. ആ സംഭവത്തിന് ശേഷമാണ് അവൻ അച്ഛനോട് മിണ്ടാതായത്. എന്നാൽ ആ പിണക്കമൊക്കെ മാറ്റേണ്ട സമയമായെന്നും ഒരാളോടുള്ള പിണക്കം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നും അതങ്ങ് റീസെറ്റ് ചെയ്യാനുമാണ് പറയുന്നത്. അവൾ അങ്ങനെ പറയുന്ന കേട്ടപ്പോ അവനും തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും വർഷമായിട്ട് എന്തിനാ പിണക്കം ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. സംസാരിച്ചതങ്ങ് തീർക്കുന്നതല്ലേ നല്ലത്. പിന്നീട് ഡെലുലുവിനെയും കൊണ്ട് അവനാകട്ടെ സെമിത്തേരിയിൽ പോകുന്നു. അവിടെയുള്ള കല്ലറകളിൽ ഏതെങ്കിലും ഒന്ന് അവളുടേതാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. എന്നാൽ ഒരു കല്ലറ കണ്ടിട്ടും അതിലെ പേര് തന്റേതാണെന്ന് അവൾക്ക് തോന്നിയില്ല. ഒരു ഓർമ്മകളും അവളിലേക്ക് തിരിച്ചെത്തിയില്ല. പ്രഭ പൂജയ്ക്കും മറ്റും പോകുന്നുണ്ടെങ്കിലും അവനിപ്പോഴും അമ്പലത്തിനുള്ളിൽ കയറാറില്ലായിരുന്നു. അതിൽ അവന്റെ അച്ഛനും അവന്റെ ചേട്ടനും ഒരു ചെറിയ പരിഭവം ഉണ്ട്. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഡെലുലു അവിടെ വരുന്ന സ്ത്രീകളുടെ വേഷം കണ്ട് അവളും ആ വേഷത്തിലേക്ക് മാറുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കുളക്കടവിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രേതം ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമായില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്ന് പ്രഭയോട് അവൾ ചോദിക്കുമ്പോൾ പ്രഭ പറയുന്നത് ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് വിശ്വസിക്കാത്തതെന്ന്. എന്നാൽ മ്യൂസിക് കാണാൻ പറ്റില്ലല്ലോ, എന്നിട്ട് പോലും നീ മ്യൂസിക്കിൽ വിശ്വസിക്കുന്നില്ലേ? എന്നാൽ മ്യൂസിക് കേൾക്കാൻ പറ്റുമെന്ന് പ്രഭ പറയുന്നു. ഞാനൊരു പ്രേതമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിലും വിശ്വസിക്കണമെന്ന് അവള് പറയുമ്പോൾ അവൻ പറയുന്നത് ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് നീ ഒരു തോന്നലാണെന്നാണ്, നീ ഒരു പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ സ്കിൽസിൽ നിനക്ക് വിശ്വാസമില്ലേ എന്ന് അവള് ചോദിക്കുമ്പോൾ നിനക്കൊരാളെ തൊടാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് തൊടാൻ പറ്റൂന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കാറ്റായി വന്ന് അവനെ സ്പർശിക്കുന്നു. ആ കാറ്റ് അവന്റെ മുഖത്തേക്ക് അടിച്ചതും അവൾ ടച്ച് ചെയ്ത പോലെയാണ് അവന് തോന്നുന്നത്. എന്റെ ടച്ച് ഇങ്ങനെയാണെന്ന് അവൾ പറഞ്ഞതും അവനത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്ത് അവളുടെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ആ ഫോട്ടോസിൽ അവളെ കാണാൻ പറ്റില്ല. അതും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ കുളക്കടവനപ്പുറം നേരത്തെ കണ്ട പയ്യന്മാരുണ്ടായിരുന്നു. ഇവൻ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നത് കണ്ട് അവർ വിചാരിക്കുന്നത് അവരുടെ ഫോട്ടോസ് ഇവൻ എടുക്കുന്നതെന്നാണ്. കാരണം അവർക്കാർക്ക് നമ്മുടെ ഡെലുലുവിനെ കാണാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ ആ പയ്യന്മാര് ഇവനുമായിട്ട് വഴക്കിടുന്നു. അവന്റെ ഫോൺ വാങ്ങി ദൂരേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. എന്നാൽ ആ പയ്യനെ ഒരു നിമിഷം കൊണ്ട് ഡെലുലു സ്റ്റാച്ചു പോലെ നിർത്തിയാണ്. ആ നേരം കൊണ്ട് പ്രഭ അവന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി തിരികെ നടന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നാൽ ആ പയ്യന്മാര് വീണ്ടും ഇവരുടെ പിറകെ വരാൻ തുടങ്ങി. ഇങ്ങനെ പേടിച്ചോടുന്നത് എത്ര നാൾ തുടരും, ഇവന്മാരെ പേടിപ്പിക്കേണ്ട സമയമായെന്ന് ഡെലുലു പറയുമ്പോൾ പ്രഭയ്ക്കും തോന്നി താൻ എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നതെന്ന്. അങ്ങനെ പ്രഭ അവന്മാർക്ക് നല്ല അടിവെച്ചു കൊടുക്കുന്നു. ഇനി ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇന്ന് കഞ്ചാവ് പരിപാടി എടുത്ത് നിൽക്കരുതെന്ന് പറയുന്നു. അവന്മാരെല്ലാം അടിയും കൊണ്ട് പേടിച്ച് അവിടെ നിന്നും പോയി. ഡെലുലു വന്ന ശേഷം പ്രഭയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അതിലൊന്നായിരുന്നു അവൻ തന്റെ ഫാമിലിയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതും പിന്നെ അവന്റെ പല പേടികളും ഇല്ലാതായതും. അങ്ങനെ അവന് ബോംബെയില് വർക്കിന് പോകേണ്ട സമയമെത്തി. അവന്റെ കൂടെ നമ്മുടെ ഡെലുലുവും പോകുന്നുണ്ടായിരുന്നു. ചെന്ന് ബോംബെക്കുള്ള ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ പ്രഭയാകൂടെ ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഡെലുലു അവന് നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. തമ്മി ഇവർക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഡെലുലുവിനെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അത് കാരണം അവളാകട്ടെ പ്രഭയുടെ അടുത്തിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് പ്രഭയോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഞാൻ കൊച്ചിയിൽ നിന്നും സ്ഥിരമായിട്ട് ബാംഗ്ലൂർ പോകാറുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ വന്നു എന്ന് പ്രഭയോട് അവള് പറയുമ്പോൾ പ്രഭ പറയുന്നുണ്ട് നീ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, നിനക്ക് നിന്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനും പറ്റും. എന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടാനാണോ പ്രഭയ്ക്ക് ഇഷ്ടം? ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ മിസ് ചെയ്യില്ലേ? ഞാൻ പ്രഭയെ എന്തായാലും മിസ് ചെയ്യുമെന്നൊക്കെ അവള് പറയുമ്പോൾ പ്രഭ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചുനേരം അവൻ ആലോചിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ മിസ് ചെയ്യുമെന്ന്. പക്ഷെ അവൻ ഈ പ്രാവശ്യം അത് പറഞ്ഞപ്പോൾ ഡെലുലു ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം ആ പെൺകുട്ടി അവനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഡെലുലു ആ പെൺകുട്ടിയും തമ്മിലുള്ള കണക്ഷൻ പോയി അവള് വീണ്ടും ഓപ്പോസിറ്റുള്ള സീറ്റിൽ ഇരിപ്പുണ്ടെന്ന്. കാലം ഫ്ലൈറ്റ് ഇറങ്ങുന്നവരെ പ്രഭ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ ബോംബെയിലെത്തി. ആ സമയം നമ്മളെ കാണിക്കുന്നത് അവൻ വർക്ക് ചെയ്യാൻ പോകുന്ന ആ മ്യൂസിക് ഡയറക്ടർ വിരാജിന്റെ സെക്രട്ടറിയായ സാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. കമ്മിറ്റ്മെന്റിന് താല്പര്യമില്ലാത്ത കാരണം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഉപേക്ഷിക്കുകയാണ്. അവന്റെ സാധനങ്ങളെല്ലാം അവന് കൊടുത്തിട്ട് അവളും സങ്കടത്തോടു കൂടി തന്റെ ജോലിക്ക് പോകുന്നു. അന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം സാദിയ പ്രഭയോട് ചോദിക്കുന്നുണ്ട് നാളെ എപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്ന്. രാവിലത്തേക്ക് ബുക്ക് ചെയ്യാൻ അവൻ പറയുന്നു. എന്നാ പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും അവളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. പക്ഷെ അതിനിടയ്ക്കെല്ലാം തന്നെ സാദിയ വളരെയധികം സങ്കടത്തിലായിരുന്നു. ഇടയ്ക്ക് അവൾ ഫോണിൽ നോക്കിയിരുന്ന് കരയുകയും ആർക്കും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഡെലുലു അവളുടെ അടുത്ത് പോയിരുന്ന് അവളുടെ ഫോണിൽ നോക്കിയിട്ട് ഇവൾ എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് പ്രഭയോട് പറയുന്നു. അവൾ വലിയൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കമ്മിറ്റ്മെന്റ് ഇഷ്യൂ കാരണം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഇട്ടിട്ട് പോയി. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എത്ര മെച്യൂർ ആയിട്ടാണ് ഈ പെൺകുട്ടി ഹാൻഡിൽ ചെയ്യുന്നത്. ഡെലുലു അവളെ ആശ്വസിപ്പിക്കാൻ പ്രഭയോട് പറഞ്ഞതും പ്രഭ ഓരോന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്നു. തന്റെ ബ്രേക്കപ്പിനെ പറ്റി അവൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം അവനെ ബ്ലോക്ക് ചെയ്യാനാണ് തോന്നിയത്, പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു ഹെയ്റ്റ് കൊടുക്കുന്നതെന്ന് പിന്നെ തോന്നിയെന്നും അതുകൊണ്ട് അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുന്നതാ നല്ലതെന്ന് ഈ പെൺകുട്ടി പറയുന്നു.
പറയുമ്പോൾ ഡെല്ലുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. താനും ആരെയോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരെയാണെന്ന് അവൾക്കറിയില്ല. ഫ്ലൈറ്റിലിരുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഡെലുലുവിനോട് പ്രഭ ചോദിക്കുന്നുണ്ട്, നീ മരിക്കുന്നതിന് മുമ്പ് എസ് പറഞ്ഞത് നീ സ്നേഹിച്ചിരുന്ന ആ ആളായിരിക്കുമോ എന്ന്. അതൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. സാദിക്ക് സീറ്റ് കിട്ടിയത് ഫ്രണ്ടിലായിരുന്നു. അടുത്ത സീറ്റ് ഒഴിവുള്ളത് കാരണം പ്രഭയെ അവൾ അവിടേക്ക് വിളിച്ചു. ഡെലുലു അവനോട് പറയുന്നുണ്ട് ഫ്രണ്ടിൽ പോയിരുന്നു കൊള്ളാൻ. അങ്ങനെ ആ യാത്രയിലുടനീളം അവർ സംസാരിച്ചിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് അവർ കൂടുതൽ അടുത്തു തുടങ്ങി. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പിറ്റേന്ന് വീണ്ടും പ്രഭ രൂപേഷിന്റെ കൂടെ പല വീടുകളിലും പൂജയ്ക്കും മറ്റും പോകുന്നുണ്ട്. അന്ന് വൈകുന്നേരം പ്രഭയുടെ ഫോണിലേക്ക് സാദിയുടെ മെസ്സേജ് വരുന്നു. സാദി അവളുടെ കസിൻ ബ്രദറിന്റെ മാരേജിന് വേണ്ടി വന്നതാണ്. ഫ്രീ ആണെങ്കിൽ പ്രഭയെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. സാദി ഒരു നല്ല പെൺകുട്ടിയാണെന്നും അവളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും പ്രഭയ്ക്ക് നല്ലതാണെന്ന് ഡെല്ലു പറയുന്നു. എന്നാൽ തനിക്കൊരു ലവിലൊന്നും താല്പര്യമില്ലെന്നാണ് പ്രഭ പറയുന്നത്. അതിന്റെ ഏജ് ഒക്കെ കഴിഞ്ഞുപോയി. ഇനി ലവ് അല്ലെങ്കിൽ പോലും ബോംബെയില് പ്രഭയ്ക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടില്ലേ, അതുകൊണ്ട് ഇവളുടെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് ഡെല്ലു പറഞ്ഞത് കാരണം പ്രഭയ്ക്കും പിറ്റേന്ന് പാർട്ടിക്ക് പോകാമെന്ന് തോന്നി. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവർക്ക് കാർ എടുക്കണം. അച്ഛനോട് അനുവാദം ചോദിക്കാൻ അവൻ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുന്നു. ആ സമയം അവൻ കാണുന്നത് അവന്റെ അച്ഛൻ ആ പപ്പു എന്ന് പറയുന്ന നായയെ തന്റെ ബെഡിന്റെ അടുത്ത് കിടത്തിയിട്ട് അതിനോട് സംസാരിക്കുന്നതും അതിന്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നതുമാണ്. അവന്റെ അമ്മയുടെ മരണശേഷം ആ നായയെ അയാൾ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വാസമുട്ടുള്ള അയാളാകട്ടെ കുറച്ചു വർഷങ്ങളായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഓക്സിജൻ എടുക്കാറുണ്ട്. അച്ഛന്റെ ഈ അവസ്ഥയെല്ലാം അവൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാറ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കും സന്തോഷമായിരുന്നു. കാരണം നേരത്തേക്ക് അയാൾ കാർ എടുക്കാൻ പറയുന്ന സമയത്ത് അയാളോടുള്ള ദേഷ്യം കാരണം അവനത് എടുക്കാറില്ലായിരുന്നു. പതിയെ അച്ഛനും മകനും ഇടയിലെ അകലമൊക്കെ തന്നെ ഡെലുലു കാരണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡെലുലുവും പ്രഭയും ചേർന്നിട്ട് സാദിയുടെ ബ്രദറിന്റെ ഫംഗ്ഷനിലേക്ക് പോയിരുന്നു. അവൾ അവിടെ ഡാൻസ് കളിക്കുന്നതെല്ലാം തന്നെ പ്രഭ നോക്കി നിൽക്കുകയാണ്. പ്രഭയുടെ മനസ്സിൽ സാദിയോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. പ്രഭ അവളെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഡെലുലുവും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തമ്മിൽ അടുക്കുമ്പോൾ ഡെലുലുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പ്രഭയെ സാദി കെട്ടിപ്പിടിച്ച സമയത്ത് പ്രഭയുടെ മനസ്സിൽ അവളോട് എന്തൊക്കെയോ ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഡെലുലു ആകെ ദുഃഖിതയാണ്. അവൾ കുറച്ചുനേരം ആലോചിച്ചിട്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രഭയോട് തുറന്നു പറയുന്നു. എനിക്ക് പ്രഭയെ ഇഷ്ടമാണെന്ന്. എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് പ്രഭ അവളോട് തിരിച്ചു പറയുന്നത്. ഞാൻ പറയുന്നത് വെറൊരു ഇഷ്ടമല്ലെന്നും പ്രണയമാണെന്നും അവള് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നത് ഒരു ആത്മാവിന് എങ്ങനെ എന്നെ പ്രണയിക്കാൻ സാധിക്കുമെന്നാണ്. നിനക്കെന്നെ ടച്ച് ചെയ്യാനോ എനിക്ക് നിന്നെ ടച്ച് ചെയ്യാനോ പറ്റില്ല, പിന്നെ എങ്ങനെ പ്രണയിക്കാനാണ്. സാദി തന്നെ ഹഗ് ചെയ്ത സമയത്ത് തന്റെ ഉള്ളില് അവളോട് വലിയൊരു കണക്ഷൻ തോന്നിയെന്ന് അവൻ പറയുമ്പോൾ ഡെല്ലുവിന് അതൊക്കെ കേട്ട് ദേഷ്യം വരികയായിരുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് ലവ് എപ്പോഴും ഫിസിക്കൽ ആയിരിക്കില്ല. അകലത്തിലുള്ള ആൾക്കാർക്കും പരസ്പരം പ്രണയിക്കാൻ പറ്റും. അതൊരു ഇമോഷണൽ കണക്ഷൻ ആണ്. നമ്മൾ തമ്മിൽ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്ന് ഇത്രയും ദിവസം കൊണ്ട് തന്നെ മനസ്സിലായില്ലേ. എനിക്ക് ഈ ലോകത്ത് പ്രഭ മാത്രമേ ഉള്ളൂ, വേറെ ആരെ പറ്റി എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കെന്നും ഒരുമിച്ചിരിക്കാമെന്ന് അവള് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അതൊരിക്കലും വർക്കൗട്ട് ആകില്ല എന്ന്. കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് അവൻ അറിയാം. പക്ഷെ മറ്റൊരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവൻ തന്നെ ഒഴിവാക്കുകയാണോ എന്നാണ് ഡെല്ലു അവനോട് ചോദിക്കുന്നത്. നീ എന്തിനെങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് അവൻ തിരിച്ചും ചോദിക്കുന്നു. അതിന്റെ പേരിൽ അവർക്കിടയിൽ ചെറിയൊരു വഴക്ക് തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് സാദിയുടെ കോള് വരുന്നത്. അവൾ ദേഷ്യത്തോടെ കോൾ എടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ അവൻ ദേഷ്യത്തില് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നതേ ഉള്ളൂ. കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം ഡെല്ലു അവനോട് സോറി പറയുന്നു. കുറച്ച് ഓവറായിട്ട് ദേഷ്യപ്പെട്ടു, നീ കോൾ എടുക്കുന്നു. എന്നാൽ തനിക്ക് പ്രൈവസി വേണമെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യത്തില് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. റോഡ് സൈഡിൽ നിന്ന് അവൻ പെട്ടെന്ന് ഡോർ തുറന്നതും ബാക്കിലൂടെ വന്ന വണ്ടിയാകട്ടെ അവനെ ഇടിക്കേണ്ടതായിരുന്നു. ഒരു വിധത്തിലാണ് അവർ സൈഡാക്കി നിർത്തിയത്. ആ വണ്ടിക്കാരൻ അവനെ കുറെ വഴക്കം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഒരു അശ്രദ്ധ ഈ നിമിഷം അവന്റെ ജീവൻ ഇല്ലാതാക്കിയേനെ. അവൻ തിരിഞ്ഞു നോക്കിയതും ഡെലുലു അവന്റെ തൊട്ടു മുന്നിൽ നിൽപ്പുണ്ട്. അവള് പെട്ടെന്ന് അവനെ ഹഗ് ചെയ്യുന്നു. ആ ഒരു ടൈമില് അവളുടെ മെമ്മറി എല്ലാം തന്നെ തിരിച്ചു വരികയാണ്. അവളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നു. അവളുടെ മമ്മിയുടെയും ഡാഡിയുടെയും പേര് ആനി എന്നും വിനോദ് മാത്യു എന്നായിരുന്നു. അവൾക്കൊരു അനിയനുണ്ടായിരുന്നു, ജേക്കബ് എന്നാണ് അവന്റെ പേര്. ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന അവളാകട്ടെ ഒരു ദിവസം തന്റെ ഫാമിലിയോട് പറയുന്നുണ്ട് തനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്. അവളുടെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ട ആളാണ്. പക്ഷെ അയാളോട് ഇതുവരെയും അവൾ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. അയാൾക്കും അവളെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. നാളെ അയാളെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ വരുമ്പോ അയാളെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു അവളുടെ തീരുമാനം. അതിന് അവളുടെ പപ്പ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മയാകട്ടെ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ അമ്മയ്ക്ക് താടിയുള്ളവരെ അധികം ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇവളി സ്നേഹിക്കുന്ന ആൾക്ക് താടിയുണ്ടെന്നും അയാളൊരു ഹിന്ദു ആണെന്നും തന്നെക്കാൾ കുറച്ചുകൂടി ഏജ് ഉണ്ടെന്നും അവൾ പറയുന്നു. ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ മമ്മി ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് അവൾ പറയുമ്പോൾ അവരും അയാളെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് അയാൾക്ക് വേണ്ടി അവർ ഒരിടത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ആളെ കാണുന്നില്ല. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിന് റിപ്ലൈ ചെയ്യുകയാണ്. എന്തുപറ്റി അയാൾ വരില്ലേ എന്ന് അവളുടെ പപ്പയും മമ്മിയും ചോദിക്കുമ്പോൾ അവൾ ആകെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് അയാൾ വരില്ല എന്ന്. ഞാൻ അയാളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് ചിലപ്പോൾ അയാൾ ഗസ് ചെയ്തിട്ടുണ്ടാകും. ആരുമില്ല എന്ന് അവളുടെ പപ്പ പറയുമ്പോൾ അയാൾ അവളെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോള് കണ്ടപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അയാൾ കൺഫ്യൂഷനിലായിരിക്കും. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാകൂ. ഞാൻ എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം അതുവഴി വന്നൊരു വണ്ടി അവളെ ഇടിച്ചു. അവളുടെ ആ ഒരു അശ്രദ്ധയായിരുന്നു ആ ആക്സിഡന്റിന് കാരണം. കാണിക്കുന്നത് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ആക്സിഡന്റിന്
ന്യൂസ് സ്കൂളിലേക്ക് വിളിച്ചറിയിച്ച കാരണം അവളുടെ അനിയൻ ജേക്കബിനെ അവരുടെ സ്കൂളിലെ ഹെഡ് ബോയ് ആയ അവിനാഷിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ഡോക്ടേഴ്സ് അവരുടെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. ഈ മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഇനി ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല. അവളെ ഈ ലോകത്തു നിന്ന് പോകാൻ അനുവദിക്കണം. അതിന് ഫാമിലിയിലെ എല്ലാവരുടെയും സമ്മതം വേണം. അവളുടെ പപ്പ അവളുടെ അനിയനോട് പറയുന്നുണ്ട് മോനും കൂടി എസ് പറഞ്ഞെങ്കിൽ മാത്രമേ ചേച്ചിയെ നമുക്ക് യാത്ര അയക്കാൻ പറ്റൂന്ന്. അങ്ങനെ അവളുടെ അനിയനും എസ് പറയുന്നു. അതിനുശേഷം അവളുടെ മെഷീൻസ് എല്ലാം മാറ്റുകയും അവളെ പൂർണ്ണമായിട്ടും മരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റിയുള്ള ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രബേന്ദുവിനോട് പറയുന്നു. തന്റെ പേര് മായ മാത്യു എന്നാണെന്നും പറയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവിനാഷ് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അവളുടെ ആത്മാവ് അവിനാഷിന്റെ കൂടെ കൂടിയത്. എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നതോടുകൂടി അവളുടെ ആത്മാവ് പ്രബേന്ദുവിനെ വിട്ടു പോവുകയാണ്. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാകുമെന്ന് അവൻ ചിന്തിക്കുന്നു. അവൾ പോയ ശേഷം അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചിരുന്ന പോലെ അവൻ അമ്പലത്തിലേക്ക് കയറി. അവന്റെ അച്ഛനും അത് കണ്ട് ഒരുപാട് സന്തോഷമായി. അച്ഛന്റെ പേരും അഡ്രസ്സും ഒക്കെ വെച്ചിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ തിരയുകയും അവളുടെ ഫാമിലിയെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ തന്റെ വല്യച്ഛനോട് പറയുന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ആ ആത്മാവിന് പൂർണ്ണമായിട്ടും മോക്ഷം കിട്ടണമെങ്കിൽ അവൾ സ്നേഹിച്ച ആളെ അവളുടെ പപ്പയും മമ്മിയും കാണണം. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൾ പ്രണയിച്ച ആളെ അവർ കണ്ടിട്ടില്ല. എന്നാൽ അവൾ ആത്മാവായിട്ടിരുന്ന സമയത്ത് പ്രണയിച്ചത് പ്രബേന്ദുവിനെയാണല്ലോ. അവനെയെങ്കിലും അവളുടെ വീട്ടുകാർ കാണട്ടെ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അങ്ങനെ അവളുടെ വീട് തേടി അവൻ പോവുകയാണ്. അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞായിരുന്നു അവൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. മായ അവരെയൊക്കെ വിട്ടു പോയെങ്കിലും അതൊന്നും അവർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ മനസ്സിൽ അവൾ എന്നും ജീവിക്കുന്നുണ്ട്. അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഡ്രസ്സുകൾ വാങ്ങാനായിരുന്നു. എപ്പോഴും ഷോപ്പിംഗ് ആപ്പുകളിൽ നോക്കിക്കൊണ്ടേയിരിക്കും. മരണശേഷം അവൾ അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രഭയ്ക്കറിയാം. അവന് വേണ്ടി ചായ എടുക്കാൻ അവർ ഉള്ളിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ചിത്രം അവൻ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള കളറിൽ ലാവണ്ടർ പൂക്കളുള്ള ചുരിദാറായിരുന്നു അവൾ ആ ചിത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മ അവിടേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അവന്റെ പേരെന്താണെന്ന്. പ്രബേന്ദു എന്ന് അവൻ പറയുന്നു. ആ സമയം അവളുടെ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്ന ആളെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. അയാൾക്ക് താടിയുണ്ട്, അവളെക്കാൾ കുറച്ച് ഏജ്ഡ് ആണ്, ഹിന്ദു ആണെന്ന്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രബേന്ദുവിലും അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് മായ സ്നേഹിച്ചിരുന്നത് പ്രബേന്ദുവിനെ ആയിരുന്നുവെന്ന് അവനോട് അവളുടെ അമ്മ ചോദിക്കുമ്പോൾ പ്രബേന്ദു ഒന്ന് ആലോചിച്ച ശേഷം ആയിരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവൾ മരിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്ന ആളെ ഈ മൂവിയിൽ ഉടനീളം നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ ആ ആള് താനാണെന്ന് അവളുടെ വീട്ടുകാർ വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പ്രബേന്ദു അത് സമ്മതിക്കുകയായിരുന്നു. കാരണം മരണശേഷം അവൾ പ്രബേന്ദുവിനെ ഒരു രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം ആ വീട്ടിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഒരു ചെറിയ കാറ്റ് അവനെ വന്ന് തലോടി പോകുന്നു. ആ നിമിഷം പ്രഭയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് അവന്റെ ഡെലിലുവിന്റെ സ്പർശനമാണെന്ന്. പിന്നീട് അവൻ ബോംബെയിലേക്ക് പോവുകയും ആഗ്രഹിച്ച പോലെ വലിയൊരു ഗിറ്റാറിസ്റ്റ് ആവുകയും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്നും അവന്റെ കൂടെ സാധ്യ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.